സീറോ ആവുന്നുണ്ട്, വണ്ടി ഒഴുകുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മൈലേജ് നമ്മൾ പ്രതീക്ഷിക്കും. പെട്രോൾ വണ്ടിയുടെ അങ്ങനെ തന്നെയാണ്. ഉണ്ടോ? ഈ ബ്ലൂ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഓടിക്കുന്നതനുസരിച്ച് വ്യത്യാസം വരും. മോഡൊന്ന് മാറി സ്പോർട്ട് മോഡ് ആക്കിയിട്ട്, സ്പോർട്ട് മോഡ് ഇട്ടതിന് പറന്നാണ് വണ്ടി കയറുന്നത്. 400 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് AC ഓഫ് ചെയ്യണം. അപ്പൊ നമ്മൾ ബ്രേക്ക് കൊടുത്തുകൊണ്ട് പെട്രോൾ വണ്ടികളെല്ലാം. പക്ഷെ വണ്ടി വളരെ സ്റ്റേബിൾ ആയിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ 400 പ്രതീക്ഷിക്കരുത്, കിട്ടത്തില്ല. 300 350 പ്രതീക്ഷിക്കാം. പിന്നെ വണ്ടി സൗണ്ട് ഇല്ലല്ലോ. 3 സൗണ്ട് നമുക്ക് ഓഫ് ചെയ്യാം. അതിനകത്ത് ഏതെങ്കിലും ഒരു സൗണ്ട് ഇട്ട് വേണമെങ്കിലും നമുക്ക് ഓടിക്കുന്ന ടൈമില് നല്ല അപ്ഡേഷൻസ് ഒക്കെ ഈ വണ്ടിക്ക്. പിന്നെ 15 മണിക്കൂർ 15 മണിക്കൂർ ഇത് 16 മണിക്കൂർ ഫുൾ. ഹലോ ഫ്രണ്ട്സ്, വിവേകാണ് ബാക്ക് ടു മൈ ചാനൽ. സോ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടാറ്റ നെക്സോൺ EV മാക്സിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഈ വീട്ടിൽ ടാറ്റ നെക്സോൺ EV മാക്സ് മാത്രമല്ല, ഫുള്ളി ഇലക്ട്രിക് ആണ്. അതുകൂടാതെ തന്നെ ഓലാടെ S1 പ്രോയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഒരു യൂസർ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടാണ് ഇനി ഞാൻ. അപ്പോൾ ടാറ്റ നെക്സോൺ EV മാക്സിന് ഇനി ഞാൻ കസ്റ്റമറിനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങളെ വാ. അപ്പോൾ ഇതാണ് കസ്റ്റമർ. അപ്പം അങ്കിളിന് ടാറ്റയുടെ നെക്സോൺ EV മാക്സിലോട്ട് വരാൻ വേണ്ടി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇലക്ട്രിക് വാഹനമാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഞാനതിലേക്ക് വരാൻ കാരണം. മുൻപ് പറഞ്ഞ പോലെ ഈ പെട്രോളിലേക്ക് വില കൂടുതൽ മാത്രമല്ല, എല്ലാ കമ്പനികളും ഇപ്പം അവരുടെ നല്ലൊരു പ്രൊഡക്റ്റ് എന്ന നിലയിൽ EV വാഹനങ്ങൾ ഇറക്കുന്നു. തീർച്ചയായും. മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളൊക്കെ EV വാഹനം യൂസ് ചെയ്യും. 2020 മുതൽ യൂസ് ചെയ്യുന്നു. അവരെയൊക്കെ ഒരു റിവ്യൂ സ്വീകരിച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് ചൂസ് ചെയ്തത്. നെക്സോൺ EV മാക്സിനോ? നെക്സോൺ EV മാക്സ് ആണ് നിലവിലുള്ളതിൽ ഏറ്റവും കൈകാര്യം ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ടുള്ളത്. പലതരം വണ്ടിയുണ്ട്, അതിൻ്റെ വിലയും കൂടെ നമ്മൾ അങ്കിൾ അപ്പോൾ ടാറ്റ കൂടാതെ മറ്റേതെങ്കിലും വണ്ടികൾ നോക്കിയായിരുന്നു EV സെഗ്മെന്റിൽ? തീർച്ചയായിട്ടും. ഞാൻ ഇത് വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ നേരത്തെ ഒരു പെട്രോൾ വണ്ടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. EVയിലേക്ക് മാറാനായിട്ട് ഞാൻ ആഗ്രഹം തുടങ്ങിയ സമയം മുതലേ ഞാൻ നോക്കുന്നുണ്ട്. ധാരാളം വണ്ടികൾ നോക്കി. ടാറ്റയുടെ തന്നെ 1-2 വേരിയൻസ് അതിന് കമ്പയർ ചെയ്യപ്പോൾ മൈലേജ് സൗകര്യങ്ങൾ കുറവാണ്. ടാറ്റ നെക്സോൺ മാക്സ്. അപ്പം മാക്സ് ഇറക്കി കഴിഞ്ഞ് ഇതിൽ തന്നെ 2 വേരിയൻ്റ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ആണ്. ഇതിന് കൂടുതൽ റേഞ്ച് കിട്ടുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് 400 കൂടുതലാണ്. നമുക്ക് അങ്കിളിന്റെ ഒരു ഡേ ടു ഡേ ലൈഫിൽ എത്രയും ആവറേജ് ലഭിക്കുന്നുണ്ട്? 400 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് AC ഓഫ് ചെയ്യണം. അതുപോലെ തന്നെ അവരെ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യണം. നമുക്ക് ഓവർ സ്പീഡിൽ നല്ല വേഗതയിൽ ഓവർടേക്ക് ചെയ്തൊക്കെ പോകേണ്ട സാഹചര്യവും AC ഒക്കെ ഇട്ട് പോകണം. അതുപോലെ തന്നെ എല്ലാ സംഗതികളും ഉപയോഗിച്ച് പോകണമെങ്കിൽ ഈ 400 പ്രതീക്ഷിക്കരുത്, കിട്ടത്തില്ല. 300 350 പ്രതീക്ഷിക്കാം. നമുക്ക് ഒരു ദൂരം പോകണം, അങ്ങനെ ഒരു ആവശ്യം മുന്നേ കണ്ട് ഒരു പ്ലാനിങ്ങിലൂടെ പോവുകയാണെങ്കിൽ ഈ 400 ഒക്കെ കിട്ടും തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഇവിടെ കയറ്റമുള്ള സ്ഥലമാണ്. അപ്പോൾ കയറ്റം കയറുന്ന സമയത്ത് AC ഇടുമ്പം ഇതിൻ്റെ റേഞ്ച് ഡ്രോപ്പ് വരുന്നുണ്ടോ? ചെറിയ വ്യത്യാസം വരും. തീർച്ചയായിട്ടും എല്ലാ വാഹനങ്ങളും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം വരും. പിന്നെ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് തിരികെ ചാർജ് ഫ്രീ ചാർജ് ആകും. കയറ്റം നമുക്ക് റീജനറേഷൻ മോഡ് 3 ഉണ്ട്. ഞാനത് പറഞ്ഞായിരുന്നു. ഈ 3 തന്നെ പല തരത്തിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. പിന്നെ അതിനൊരു ഡ്രൈവിംഗ് ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫും നമ്മൾ കീപ്പ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കിട്ടുന്ന വളരെ വേഗം പോകണം. അപ്പം ഗ്രാഫ് ക്ലിയർ അല്ലായിരിക്കും. അല്ലെങ്കിൽ ഏറ്റവും ദൂരിയ മോഡിൽ പോകണം, പവർ മോഡിൽ പോകണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മൈലേജ് നമ്മൾ പ്രതീക്ഷിക്കും. പെട്രോൾ വണ്ടിയുടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ ഒരു 5 പേരെയൊക്കെ വെച്ച് നിറഞ്ഞ ആൾക്കാർ ഫുള്ളായിട്ട് ഇരിക്കുന്ന സമയത്ത് പവർ വണ്ടിയാണ്. ഒരു പ്രശ്നവുമില്ല. സ്പീഡെടുക്കാൻ ഒരു ലാഗ് അങ്ങനെ ഒന്ന് ബിറ്റ് സ്പീഡ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്നവർ ഉറങ്ങിപ്പോകും. ഒരു കംഫർട്ടായി തരത്തിലുള്ള യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ജർക്കിംഗ് ഒന്നുമില്ല. അതുപോലെ തന്നെ അനാവശ്യമായ ഈ ശബ്ദങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള, ഡ്രൈവർ വളരെ ശ്രദ്ധയോടുകൂടെ വണ്ടി ഓടിക്കണം. അത്രയേ ഉള്ളൂ. എല്ലാ കാര്യവും ഡ്രൈവർ ശ്രദ്ധിക്കണം.
കാരണം മറ്റു വാഹനത്തിന്റെ എരപ്പ് പോലെ ലൂസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിച്ച് വണ്ടി കൈകാര്യം ഓടിച്ചാൽ മതി. ഇതും കൊണ്ട് അങ്കിള് ലോങ് ഒക്കെ പോയിട്ടുണ്ടോ? അത്യാവശ്യം എവിടം വരെ അങ്കിള് ശരി മിക്കവാറും പോവാം. പോകാറുണ്ട്? അപ്പൊ ഇവിടുന്ന് ചാർജ് ചെയ്തിട്ടാണ്? ഞാൻ ചാർജ് ചെയ്താണ് പോകാറ്. ചാർജ് ചെയ്താണ് പോകാറ്. ഓക്കെ. ഇപ്പോൾ നമുക്കൊരു 3000 എത്തുമ്പോൾ ഒരു 25% കുറയും. ആ സമയത്ത് ഞാൻ 3000 PSCBയുടെ ചാർജ് അത് ഞാൻ അത് ചെയ്യാറ്. ഇത് പോകുന്ന വഴി തന്നെ ബാറ്ററിയെത്താവ് അരുവായിക്ക് പോകുന്ന വഴിക്ക് ചാർജ് ഉണ്ടാകും. നിരവധി ചാർജിങ് ചെയ്യിക്കും. അതൊരു പ്രശ്നമേ ഇല്ല. പക്ഷെ നമുക്കൊരു പ്ലാനിങ് വേണം. എത്ര വണ്ടിക്ക് ചാർജ് കിട്ടും, തിരികെ എത്താൻ നമുക്ക് എത്ര ചാർജ് വേണം, അതനുസരിച്ച് നമുക്ക് എവിടെയെങ്കിലും ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. അത് നമ്മൾ സാധാരണ പെട്രോൾ അടിക്കുന്ന അതേ ലാഘവത്തോടു തന്നെ കൈകാര്യം ചെയ്താൽ മതി. പക്ഷെ ഒരു ടൈമിംഗ്, നമുക്കൊരു പെട്രോൾ അടിക്കുന്ന ആ ഒരു സ്പീഡിൽ ഇത് ചാർജായി വരത്തില്ല. അല്പം പ്രശ്നമുണ്ട്. അതായത് ഈ പെട്രോൾ അടിക്കുന്ന അത്രയും വേഗതയിൽ നമുക്ക് ചാർജ് അപ്പം വേറൊരു തരത്തിൽ ഞാൻ നോക്കുന്നുണ്ട്. ചില സിറ്റികളിലൊക്കെ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് ക്യൂ നിൽക്കാം. അതെ. ഇത് അങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് വേക്കൻ്റ് ആയിട്ട് കാണും. ഇപ്പോൾ തന്നെയല്ല, ഇതിനകത്ത് സിസ്റ്റം ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളത് ഇതിൻ്റെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാവുന്നില്ല. പിന്നെ നമ്മൾ എപ്പോഴും കംപ്ലീറ്റ് ചാർജ് ചെയ്യുകയല്ല ചെയ്യാം. 10% 15% ചെയ്യാനായിട്ട് നമുക്കൊരു 20 മിനിറ്റ് പോലും മതിയല്ലോ. പക്ഷെ നമുക്ക് അത്യാവശ്യം അത്രയും ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷൻ നമുക്ക് ആവശ്യമാണെങ്കിൽ ചെയ്യാം. തിരികെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യാം. വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചാർജിങ് സ്റ്റേഷൻ്റെ ഒത്തിരി കൂടി. അപ്പൊ അങ്കിള് വീട്ടില് ഇത് ഫുൾ സെറ്റ് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അങ്കിൾ ഇവിടെ വീട്ടിൽ ഫുൾ സോളാറാണ്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ചാർജിങ് ഹബ്ബ് വെച്ചിട്ട് എത്ര ടൈം എടുക്കും ഇതൊരു ഫുൾ ചാർജ് ആകാൻ? നമ്മുടെ ഹോം ചാർജിങ് സ്ലോ ചാർജിങ് സിസ്റ്റമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ചാർജ് വെക്കാം. പിന്നെ അത് വച്ചിട്ടില്ല. ഫാസ്റ്റ് ചാർജ് ആണെങ്കിൽ 5 മണി ചാർജ് അല്ല ഞാൻ പറഞ്ഞു. ഇതിനോടൊപ്പം സ്ലോ ചാർജ് ഈ 15 മണിക്കൂർ 15 മണിക്കൂർ ഇത് 16 മണിക്കൂർ ഫുൾ ചാർജ്. ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ് വെക്കണമെന്നുണ്ടെങ്കിൽ 3 ഫേസ് വേണം. 3 ഫേസ് അല്ല, സിംഗിൾ ഫേസ്. അതിനുവേണ്ടി ഞാൻ അങ്ങനെ 3 ഫേസ് ആക്കുന്നില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ്. എനിക്ക് അത്തരത്തിൽ ഉപയോഗമേ വളരെ പെട്ടെന്ന് ഞാൻ ബിസിനസ് കാരണമല്ല. ചിലപ്പോഴും എനിക്കൊരു യാത്രയാവുന്നു, ദൂരെ യാത്ര. അപ്പൊ അതുകൊണ്ട് ആ സമയത്തെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്തിട്ടേ പോകാറ്. അല്ലെങ്കിൽ എത്തുമ്പോൾ ഞാൻ എവിടെയെല്ലാം ഇത് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, എത്രയെല്ലാം ഡിസ്റ്റൻസിലാണ്, എവിടെയെല്ലാം എനിക്കത് സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യം എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇതിൽ പോകുന്നത്. പിന്നെ ഇത് വണ്ടി ഇപ്പൊ ഇത്ര ഒരു 6 months കൊണ്ട് എത്ര കിലോമീറ്റേഴ്സ് ഓടിയിട്ടോ? അപ്പം ഇത്ര ഓടിച്ചപ്പോൾ ഇതിന് സർവീസ് വരുന്നതെന്ന് വെച്ചാൽ എപ്പോഴാണ്? 500,000 1000 കിലോമീറ്റർ. നെക്സ്റ്റ് വരുന്നത് 7000 മുതൽ 10,000. അപ്പൊ ഇതിന്റെ സെക്കൻഡ് സർവീസിന്റെ സർവീസിന് സമയമായി. ഞാൻ നെക്സ്റ്റ് ഡേ പോവാണ്. അപ്പൊ ടാറ്റയിൽ വണ്ടി എടുത്തിട്ട് അവിടുത്തെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? പ്രശ്നമായി തോന്നിയില്ല. കാരണം ഇതിന്റെ ഒരു ആവശ്യകത അത്തരത്തിൽ അവരുടെ വലിയ ഹെൽപ്പ് ഡെസ്കിന്റെ ആവശ്യം വരുന്നില്ല. കാര്യം ആദ്യം തന്നെ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാണെങ്കിൽ വലിയ കംപ്ലൈന്റുകളൊന്നും വരുന്നില്ല. കാരണം മോട്ടോർ വരാത്തതുകൊണ്ട് ഓയിൽ ചേഞ്ച് അങ്ങനെ ഡൗട്ട്സാണ്. ആദ്യം വണ്ടി കൈകാര്യം ചെയ്യുന്ന ഒരു 2-3 മാസത്തെ കുറെ ഡൗട്ട്സ് അത് നമ്മൾ വിളിച്ചവരെ ക്ലിയർ ചെയ്യും. അപ്പൊ അടുത്ത ഒരു സർവീസിന് പോകും. അപ്പൊ ഫസ്റ്റ് സർവീസിന് എത്ര കോസ്റ്റ് ആയി? ഫ്രീ ആയിരുന്നു. സെക്കൻഡ് സർവീസിന് ഉണ്ടാവും അറിയത്തില്ല. ഒരു ഓയിൽ ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലേ? സാധ്യത. പിന്നെ എന്തെങ്കിലും അതിനകത്ത് അത്രയൊക്കെ വരത്തും. എമൗണ്ട് പ്രതീക്ഷിക്കും. അപ്പൊ ഇവിടെ നിയറസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എവിടെയാണ് സർവീസിന് കൊടുക്കുന്നത്? കോട്ടയം MK എന്നാണ് ഈ വണ്ടി എടുത്തത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് എനിക്ക് ഫസ്റ്റ് ചാർജ് സർവീസ് കൊടുത്തത്. എനിക്ക് അവിടെ നല്ല ഒരു സർവീസ്, നല്ല സർവീസ് ഫീഡ്ബാക്കാണ്. നല്ല സദേഹമായിരുന്നു. ആദ്യം എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ 2-3 മാസം ഉപയോഗിച്ചപ്പോൾ ഇവർ പറയുന്ന അത്രയും മൈലേജ് കിട്ടുന്നില്ല. ഞാൻ എന്നെ ഒരാൾ ടെസ്റ്റ് ഡ്രൈവ് എൻ്റെ കൂട്ടത്തിൽ വിട്ടു. കോട്ടയം ടൗൺ വരെ ഓടിച്ചിട്ട് അവർ കുറേ മെത്തേഡ്സുകൾ എനിക്ക് പറഞ്ഞു. അത്രയും ടൈം എടുത്ത് എനിക്ക് അത്രയും അഡ്വൈസൊക്കെ തന്നുകൊണ്ട് എനിക്ക് ഉള്ള ഈ കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് ഒരുപാട് വ്യത്യാസമാണ്. അതിനൊരു തയ്യാറായ ഒരു സർവീസ് സെൻ്റർ എന്നതിൽ എനിക്ക് താല്പര്യമല്ല. ഓരോ ദിവസം എനിക്ക് വേണ്ടി പാരായണത്തേക്ക് പോകാം. സർവീസാണ്. ഞാനിപ്പോൾ ആളെ അവർ തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഓല S1 Pro യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പം ഇത് എത്ര നാളായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്?
1 വർഷമായി. അപ്പം ഞാൻ ഇതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ അങ്ങോട്ട് യൂസ് ചെയ്തു? കിലോമീറ്ററോ. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലും അങ്കിൾ ഇപ്പോൾ ഫുള്ളി EV വണ്ടികൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലേ EV? അല്ലാതെ വണ്ടി ഉണ്ട്. സ്കൂട്ടറാണേലും വേറെ ഉണ്ടല്ലേ? കാറാണേലും അത്യാവശ്യമുണ്ട്. ബേസിൻ്റെ ഒക്കെ വീട്ടിൽ ഓണാതെ കിടക്കുക ആ യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം വരുവാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം വന്നാൽ ആ ഒരു എക്സ്ട്രാ ഓൾട്ടർനേറ്റീവിനുണ്ട്. ഹാപ്പിയാണ്. റേഞ്ചും ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജിങ് ടൈമും എല്ലാം കൊണ്ടും ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ഒരു ഡ്രൈവിംഗ് മെത്തേഡുണ്ട്. മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഉള്ള സ്പീഡുകൾ ഇട്ടാൽ ഈ പറയുന്ന മൈലേജ് കിട്ടത്തില്ല. ഇതിന് 4 മോഡ്. ഇക്കോ ഉണ്ട്, പിന്നെ സാധാരണ നോർമൽ മോഡ്, പിന്നെ സ്പോർട്ട് മോഡ്, ഹൈപ്പർ. ഈ 4 മോഡുകൾ സാധാരണ വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ നോർമൽ നമുക്കൊരു 100 കിലോമീറ്റർ വേഗത വേണമെങ്കിലും അതേ പോവാം. അത് കയറ്റമുണ്ട്, ബൈക്കിൽ ഒരാൾ നമുക്ക് സ്പോർട്ട് ഇടുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കപ്പ് കിട്ടും. അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യണം, വേഗതയിൽ പോകണം. സ്പോർട്ട് മോഡ് ഇട്ടാൽ മതി. ഹൈപ്പർ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, എൻ്റെ ആവശ്യകത ഞാൻ കാണുന്നില്ല. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വണ്ടിക്ക് ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ടെക്നോളജി വർദ്ധിക്കുന്നതനുസരിച്ച് അവർ അപ്ഡേഷൻസ് വരുന്നു. അപ്ഡേഷൻസ് എനിക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. 1-2 നല്ല അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ നമുക്ക് കയറ്റത്തിൽ ഹിൽ അസിസ്റ്റൻസ് അതില്ലായിരുന്നു. ഇതിൻ്റെ പാട്ട് മ്യൂസിക് സിസ്റ്റം കണക്ട് ചെയ്ത്, അതുപോലെ വേറെ നമുക്ക് വേണമെങ്കിൽ സൗണ്ട്. പിന്നെ വണ്ടി സൗണ്ട് ഇല്ലല്ലോ, 3 സൗണ്ട് നമുക്ക് ഓഫ് ചെയ്യാം. അതിനകത്ത് ഏതെങ്കിലും ഒരു സൗണ്ട് ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഓടിക്കുന്ന ടൈമിൽ നല്ല അപ്ഡേഷൻസ് ഒക്കെ പിന്നെ ഇല്ലാത്ത ഇതുവരെ വന്നിട്ടില്ല, കമ്പനിയിലൊന്നുമില്ല. സൂക്ഷിച്ച് ഓടിക്കണം എല്ലാ, പ്രത്യേകിച്ച് EV സ്കൂട്ടറുകൾ. കാരണം ഇതെല്ലാം കംപ്ലീറ്റ് പറയാൻ സെൻസർ സിസ്റ്റം, ഏതെങ്കിലും ഒരു സെൻസർ വർക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വണ്ടിക്ക് പൊതുവായി അത് ബാധിക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കണം. തട്ടോ മുട്ടോ ഒക്കെ ചെയ്ത് എല്ലാ സ്ക്രീനും ഡിജിറ്റൽ ടച്ചിങ് സിസ്റ്റവും. അതെ. അപ്പം അതുകൊണ്ടും തട്ടോ മുട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നം. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ആശ്രയിക്കണം. അറിയാണ് നമുക്കറിയാം എൻ്റെ വണ്ണം 2-വീൽ ഭയങ്കര പിടിയായിരിക്കും. ഇത്രയും കണ്ടില്ലേ, മൂവ് ചെയ്തില്ല. അപ്പോൾ അത് ആ ബ്രേക്ക് കൊടുത്തിട്ട് നമ്മൾ കാലം മൊത്തം എടുത്തിരിക്കുക. അപ്പോൾ അയക്കുമ്പോൾ നമുക്കറിയാം 0 ആകുമ്പോഴുണ്ട് വണ്ടി ഒഴുകുക, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ റീജനറേഷൻ സംഭവിക്കുന്നതുകൊണ്ട് അങ്ങനെ വരുന്നു. ഇനി നമുക്കത് ഇവിടെ നമുക്ക് കാണാനും പറ്റും. റീജനറേഷൻ സംഭവിക്കുന്ന ഒരു ഇതാ കണ്ടോ, വീലേന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുവാണെങ്കിൽ റീജനറേഷനാണ്. എൻ്റെ കണ്ടോ, വീലേന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് റീജനറേഷനാണ്. ഇപ്പം റീജനറേഷൻ ഇറക്കമായതുകൊണ്ട് റീജനറേഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ലെവൽ 1 തന്നെ കിടന്നോട്ടെ. ചെറിയൊരു ആക്സിലേറ്റർ കൊടുത്താൽ പോലും വ്യത്യാസമൊന്നും വരത്തില്ല. കണ്ടോ, ഇറക്കമായി. ബ്രേക്ക് പിടിച്ചിട്ടേ ഇല്ല, ബ്രേക്ക് ചെറുതായി ഒട്ടും ബ്രേക്ക് പിടിച്ചിട്ട് ചെറിയ ആക്സിലേഷൻ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീജനറേഷനാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് പെർസെൻറ്റേജ് ഇപ്പം 94 എന്നുള്ളത് നല്ല ഇറക്കമാണെങ്കിൽ ഇറക്കം തീരുമ്പം 95 ആവും. ഞാൻ കാണിക്കാം, നമുക്ക് 95 ആക്കാം. ഇപ്പോഴും കണ്ടോ തിരിച്ചിങ്ങോട്ടാണ് ഈ ഇതിലൊക്കെ. ഇനി തിരിച്ചു പോകുന്നുണ്ടോ, സാധനം തിരിച്ചു പോകുന്നുണ്ടോ, വീലയിലോട്ട് പോകുന്നുണ്ടോ. വീലയിലോട്ട് പോകുന്ന പറഞ്ഞാൽ തിരിച്ച് ചാർജ് ഇറങ്ങുന്നു എന്നുള്ള മനസ്സിലാക്കി. ഇനിയിപ്പം നോക്കിയ ഇറക്കമാണ്, നമുക്ക് കുറച്ചുകൂടെ വലിയ ഇറക്കമായതുകൊണ്ട് ഈ ലെവൽ 1 എന്നുള്ള ലെവൽ 2 ആക്കുക. ഞാൻ ലെവൽ 2 ആക്കി അത് ഓഫാക്കി ലെവൽ 2 3 വേണേലും ആക്കാം. കണ്ടോ, ഇത്രയും വലിയ ഇറക്കമായതുകൊണ്ട് 3 ആക്കാം. കൂടുതൽ റീജനറേഷൻ സംഭവിക്കുന്നുണ്ടോ. ഒട്ടും ബ്രേക്കിന്റെ ആവശ്യമില്ല. വേഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സാധിക്കാതെ വരും. നമുക്കൊരു ചെറിയൊരു വേഗം ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ട് ഓടിക്കുന്ന പോലെ അത്രയും വരത്തില്ല, അത്രയൊന്നും വരത്തില്ല. ഇപ്പം ന്യായമായ വേഗതയുണ്ട്. ഈ ഇറക്കം ഉണ്ടെങ്കിൽ നല്ല ന്യായമായ വേഗത കിട്ടും. റീജനറേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ 40 പൊക്കോണ്ടിരിക്കുന്നത്. അതെ, 40 ലെവൽ 3 ഇട്ടിട്ട്. ഇനി ഇക്കോ തന്നെ കിടക്കുന്നു.
അത്യാവശ്യം നല്ല ബ്രേക്ക്. നമുക്ക് ആ ഒരു എഫക്റ്റ് ചെയ്യത്തില്ല, പേടി തോന്നത്തൊന്നുമില്ല. ഈ സ്പീഡിലൊക്കെ പോകുമ്പോൾ വളവൊക്കെ തിരിക്കുമ്പോൾ എങ്ങനെ നല്ല കോൺഫിഡൻസ് ആണോ അങ്ങനെ തോന്നുന്നത്? അതോ വളരെ ഇതാണ്. പിന്നെ ഇതിനകത്ത് ഈ കുറച്ചുകൂടെ നമ്മള് ഈ വളവുകളൊക്കെ ബ്രേക്കിൽ അധികം കാൽ അപ്ലൈ ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ആ ഒരു ബ്രേക്ക് കാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ അത്രയും കൂടെ ആക്സിലറേഷൻ വേണം. അപ്പൊ അത് 0-ൽ നിന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യണം. അന്നേരമാണ് ഈ ബാറ്ററി ചാർജ് പോകുന്നത്. അതേ സമയത്ത് ഒരു മിനിമം കാര്യം ബ്രേക്കിലോട്ട് ലെവൽ ചെയ്യാതെ നമ്മൾ ഓടിക്കുമ്പോൾ വളവുകളൊക്കെ വീശിയെടുക്കാൻ നമ്മൾ ഒരു സ്വാഭാവികത വരുന്നത്. അത് ചിലർക്ക് ഡ്രൈവിംഗിൽ പുറകെ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമുക്ക് ആ ഡ്രൈവിംഗിൽ വെച്ചാൽ ഇപ്പം തന്നെ ബ്രേക്ക് കാലെടുക്കാൻ ഞാൻ വീശിയെടുക്കുന്നു. അത് മറ്റേ പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് കൊടുത്തുകൊണ്ട് ഒതുക്കിയാണ് പെട്രോൾ വണ്ടികളെല്ലാം. പക്ഷെ വണ്ടി വളരെ സ്റ്റേബിൾ ആയിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒന്നുമില്ല. അപ്പോൾ വളവ് നമ്മൾ വീശിയെടുത്താലും അതുകൊണ്ട് യാതൊരു പ്രശ്നവും വരികയില്ല. ഒരാൾ വീശിയെടുക്കുന്നു ഒതുക്കിയെടുക്കുന്നു, നമ്മൾ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ചെറിയൊരു പ്രശ്നം വരും. അതുകൊണ്ട് നമ്മളത് ഏത് വേണമെന്ന് ആലോചിക്കാം. അല്ലാതെ ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ബ്രേക്കിലോട്ട് കാല് കൊടുത്താൽ അല്പം മൈലേജ് വ്യത്യാസം വരും എന്നുള്ളത് തോന്നിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വേണമെന്നില്ല. മോഡ് മാറാം. സ്പോർട്ടല്ല, നമുക്ക് ആദ്യം ഈ തന്നെ എക്കോണമി മോഡ് തന്നെ ചേഞ്ച് ചെയ്ത് നമ്മൾ സിറ്റി മോഡാക്കും. അപ്പോൾ ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് വോളിയം കുറയ്ക്കാം. ലെവൽ നമുക്ക് 3 കിടക്കുന്നത്. അത് നമ്മൾ ഇനി നെററ്റ് റോഡ് ആയതുകൊണ്ട് ലെവൽ 1 കിടന്നോട്ടെ. ലെവൽ 1 ഉണ്ടോ? സ്പോർട്ട് മോഡ് ഇട്ടത്തേന് പറന്നാ നിൽക്കുന്നു. ഇപ്പം ഞാൻ ഓടിക്കുന്നതെന്ന് വെച്ചാൽ ടാറ്റ നെക്സോണിൻ്റെ EV Max ആണ്. അതായത് ഇതിൻ്റെ ടോപ്പ് എൻഡ് ആണ്. ഇതിലപ്പോൾ നമുക്ക് 400 ആണ് കമ്പനി പറയുന്ന റേഞ്ച്. എന്നാലും നമുക്കൊരു 350+ ഒരു ആവറേജ് നമ്മുടെ യൂസിന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഞാൻ ഓടിച്ചിട്ട് ബാക്കി ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒന്ന് സ്പീഡ് ഒന്ന് എടുത്ത് നോക്കുവാണ്. സ്പോർട്ട് മോഡ് ഒന്ന് ആക്കിയിട്ട് ഒരു രക്ഷയില്ല. സ്പോർട്ട് മോഡ് ഇട്ടപ്പോൾ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടാണ് സ്പീഡ് ഓടുവാന്നുള്ള ഒരു ഫീലാണ്. ഒരു പറന്നു പോകുന്ന ഇങ്ങനെ ഫ്ലൈറ്റേ പോകുന്ന ഒരു ഫീലാണ്. ഇപ്പം ഞാൻ കേരളത്തിൽ വണ്ടി നിർത്തിയേക്കുവാണ്. അപ്പോൾ ഓട്ടോ ഹോൾഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഹോൾഡ് ഉണ്ട്. ഇത് മാറ്റി ഇനി ഞാൻ ആക്സിലേറ്റർ കൊടുക്കുവാണ്. ഡ്രൈവ് മോഡിലാണ്. സിറ്റി മോഡിലാണ്. സ്പോർട്ട് മോഡ് ഇട്ട് കഴിഞ്ഞാൽ പറന്ന് കയറും. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ഒരു പുള്ളിങ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്. ഓൾമോസ്റ്റ് വണ്ടി ഒരു 200 കിലോളം ആൾക്കാരെ പാസഞ്ചേഴ്സിനെ വെച്ച് വണ്ടി സുഖമായിട്ട് നല്ല സ്പീഡ് കയറി. ഒരു 60 റേഞ്ചിലായി. അടുത്ത വളവെത്തി. വളവിന് വേണ്ടി നമുക്ക് നോക്കാം. വണ്ടി നിർത്തിയിട്ടേ സ്പോർട്ട് മോഡില് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഡ്രൈവ്. ഇപ്പം ഓട്ടോ ഹോൾഡ് ഓട്ടോമാറ്റിക് ആണ്. ഇനി മോഡൊന്ന് മാറി സ്പോർട്ട് മോഡ് ആക്കിയിട്ട് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ കളർ ഫുൾ റെഡ് ആണ്. ഈ സ്പോർട്ട് മോഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വണ്ടി ആക്സിഡന്റ് കൊടുക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നില്ലേ? അതെ. ഓ, സ്പോർട്ട് മോഡ് ഇട്ടതിന് പറന്നാണ് വണ്ടി കയറുന്നത്. മറ്റേ നോർമൽ മോഡിനെക്കാട്ടിൽ ഒരു നല്ലൊരു പവർഫുൾ ഫീലാണ്. കാരണം വണ്ടിക്ക് ബാക്കിലോട്ട് നമ്മളൊന്ന് നീങ്ങുന്ന ആ ഒരു ഫീലാണ് സ്പോർട്ട് മോഡിൽ ലഭിക്കുന്നത്. അപ്പം നല്ലൊരു സ്പീഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്പോർട്ട് മോഡ് ഒരു അടിപൊളി ഓപ്ഷൻ. അതുപോലെ നല്ല കുത്തനെ കയറ്റത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമൽ മോഡിൽ കയറും. സ്പോർട്ട് മോഡ് ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചെറിയ ലാഗ് പോലും ഫീൽ ചെയ്യാതെ നമ്മൾ പറന്ന് കയറുന്നതാണ്. അപ്പൊ ചാർജിന്റെ നല്ല റേഞ്ച് വ്യത്യാസമാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല കയറ്റമാണ്. കാല് കൊടുക്കുമ്പോഴേ നമുക്ക് ലാഗേ ഫീൽ ചെയ്യുന്നില്ല. എത്ര കയറ്റമാണെന്ന് വെച്ചാലും കാല് കൊടുക്കുമ്പോഴേ വണ്ടി അങ്ങ് പറന്ന് നിൽക്കുവാണ്. വണ്ടി ഒരു സുഖമായിട്ട് കയറ്റത്തില് ഞങ്ങൾ 3 പേരെ വെച്ച് വളരെ സുഖമായിട്ട് 60 കിലോമീറ്റർ എത്തി. ഒരു രക്ഷയില്ല അതിന്റെ ഒരു ഫീല്. സിറ്റി മോഡിലാണ്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ലൈറ്റർ ഫീലാണ് സിറ്റി മോഡിൽ നമുക്ക് ലഭിക്കുന്നത്. വെച്ചാൽ പവർ ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ വണ്ടി കുറച്ചുകൂടി ഒരു സ്മൂത്ത് ആയി ആ ഒരു ഫീലാണ്. സ്പോർട്ട് മോഡ് വരുമ്പോൾ വെച്ചാൽ കുറച്ചൊരു സ്റ്റിഫർ ഒരു പവർഫുൾ ഫീലാണ്. അതെ, ഒരു വലിച്ചെടുക്കുന്ന ഒരു ഫീലാണ് സ്പോർട്ട് മോഡിൽ ലഭിക്കുന്നത്. അതും 60 കിലോമീറ്റർ ഈസിലി അറ്റൈൻ ചെയ്തു സിറ്റി മോഡിലാണെങ്കിലും. ഇനി ഇതിന്റെ നോർമൽ ഇക്കോ മോഡ് വരുമ്പോൾ വെച്ചാൽ നമുക്ക് ചെറുതേ ഒരു കയറ്റം വരുമ്പോൾ ചെറുതായിട്ട് ഒരു പവർ ഡ്രോപ്പ് പോലെ തോന്നും. എന്നാലും നമുക്കത് നിർത്തിയിട്ടൊക്കെ ഒന്ന് എടുക്കുമ്പോൾ ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല സ്ലോ ആയി. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തായാലും ഇതിന്റെ ലെവലോട് നോക്കണം. ലെവൽ എത്ര 0 ആണോ കിടക്കുന്നത്?
1. അപ്പോൾ 0 ആക്കുവാണെങ്കിൽ അതും മാറും. കാരണം ഇച്ചിരി ബ്രേക്കിംഗ് ഉണ്ട്. സാരമില്ല, ഇനി മാറ്റണ്ട. ലെവൽ 1 കിടക്കുന്നതുകൊണ്ടാണ് ഇക്കോ വിട്ടപ്പോൾ ചെറിയൊരു ബ്രേക്കിംഗ് എഫക്ട് ഫീൽ ചെയ്തത്. ആ പ്രശ്നം വരികയല്ല. ഞാനിപ്പം എപ്പോഴും അങ്ങോട്ട് ഇറങ്ങി പോയിട്ടൊന്ന് എടുക്കണേ. ലെവൽ 1 ഇട്ട് അങ്ങോട്ട്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, isn't that spitting